കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് പറഞ്ഞു വന്നത്. ഇഫ് എന്താണ്, ഇഫിൻ്റെ സിൻടാക്സ്, ഇഫിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇഫ് എൽസും പഠിച്ചു അല്ലേ. ഇഫ് എൽസ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സിൻടാക്സ്, പ്രോഗ്രാംസ് അതെങ്ങനെയാണെന്ന് നോക്കി. ഇനി നെക്സ്റ്റ് ഇഫിൻ്റെ തന്നെ, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫിൻ്റെ തന്നെ വേറൊരു ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇഫ് യൂസ് ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇഫിൻ്റെ ബ്ലോക്ക് അല്ലേ, ഇഫിൻ്റെ ബ്ലോക്ക് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ വീണ്ടും അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരികയാണ്. അതായത് ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഇഫ് ബ്ലോക്കും കൂടെ എഴുതുന്നു. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഇവിടെ പറയുന്നുണ്ട്, ഇൻ സം സിറ്റുവേഷൻസ് there may arise a need to take a decision with if block. When we write an if statement inside another if block, it is called nesting. അല്ലേ, നമ്മൾ ഒരു ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് ബ്ലോക്ക് എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റിംഗ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എന്ന്. ഇനി അത് എങ്ങനെയാണ് എഴുതാമെന്നൊക്കെ ഇവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, അതിൻ്റെ ബ്ലോക്കിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, അങ്ങനെയാണെങ്കിൽ സി ഔട്ടിൽ യു ആർ സെലക്റ്റഡ് ഫോർ ദി കോഴ്സ് അല്ലേ. രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്താ, നമ്മുടെ സ്കോർ 60-നേക്കാൾ കൂടുതലാണെങ്കിൽ അത് യെസ്സോ നോ. യെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കിടക്കും. അതിൻ്റെ ഉള്ളിൽ വീണ്ടും വേറൊരു കണ്ടീഷൻ ചെക്കുകയാണ്, നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 18 മുകളിലും ആണെങ്കിൽ അല്ലെങ്കിൽ 18 ആണെങ്കിൽ അല്ലേ. രണ്ട് കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് സി ഔട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇഫിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫും കൂടെ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഒരു കണ്ടീഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസൊക്കെ വരും. അപ്പോഴാണ് നമ്മൾ നെസ്റ്റഡ് ഇഫിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നെസ്റ്റഡ് ഇഫ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെസ്റ്റഡ് ഇഫിൻ്റെ സിൻടാക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. സിൻടാക്സ് ഇത് എവിടെ എഴുതിയിട്ടുണ്ട് ബ്ലൂ കളറിൽ. ഇഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ 1, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഇഫ് എഴുതാണ്. ഇഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 1. ഇനി ആ ഇഫിൻ്റെ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇഫിൻ്റെ ക്ലോസ് ചെയ്തു. ഇനി ഫസ്റ്റ് ഇഫിൻ്റെ എൽസ് ബ്ലോക്കും കൂടെ നമ്മൾ എഴുതുകയാണ്. ഇഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൽസ് ബ്ലോക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ എൽസ് ബ്ലോക്ക് നമ്മൾ എഴുതാണ് എൽസ് ബോഡി ഓഫ് എൽസ്. മനസ്സിലായോ? ഇഫ് നമ്മൾ ആദ്യം എഴുതി, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഇഫ് എഴുതി, അതിൻ്റെ എൽസും എഴുതി. പിന്നെ ആ ഫസ്റ്റ് ഇഫ് നമ്മൾ ഫുൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇഫിൻ്റെ എൽസ് ബ്ലോക്ക് നമ്മൾ താഴെ എഴുതുകയാണ്. ഈ ഒരു രീതിയിലായിരിക്കും നെസ്റ്റഡ് ഇഫിൻ്റെ സിൻടാക്സ്. ഇനി നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം പറയുന്നുണ്ട്. ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് 3 numbers അല്ലേ. അതായത് നമ്മൾ 2 നമ്പേഴ്സിൽ നോക്കിയിട്ട് രണ്ടിലും ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിലേതാണ് വലുത് എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഹാഷ് ഇൻക്ലൂഡ് ഐ യൂസ് സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മീനിങ് ഇത്ര എഴുതുക. നമുക്ക് 3 നമ്പേഴ്സിനെ മാത്രം എടുത്ത് അതിലേതാണ് വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 3 വേരിയബിൾസ് വേണം. ഇൻറ്റ് എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് ആണ് 3 വേരിയബിൾസ്. ഇനി എന്താ നമുക്ക് മെസ്സേജ് വെക്കേണ്ടത്, എൻ്റെ അടുത്ത് 3 നമ്പേഴ്സ് എന്ന് പറയണ്ടേ. അപ്പോൾ സി ഔട്ടിലൊരു മെസ്സേജ് വയ്ക്കുക, എൻ്റർ 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ്. എന്നിട്ട് നമ്മൾ നമ്പേഴ്സ് എൻ്റർ ചെയ്യാം. സീൻ എക്സ് വൈ സെഡ്. അപ്പോൾ നമ്മൾ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നോക്കിയാൽ മതി, കണ്ടീഷൻ അല്ലേ. 3 എണ്ണത്തിൽ ഏതാ വലുത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നെസ്റ്റഡ് ഇഫിൻ്റെ ആവശ്യം വരുന്നത്. ഇവിടെ നോക്കുക, ഇതിൽ ആദ്യം നമ്മൾ എക്സിനെ എടുത്തിട്ട് എക്സിനെ വൈയോടും സെഡിനോടും കമ്പയർ ചെയ്യാണ്. ആദ്യം എക്സിനെ എടുത്തിട്ട് വൈ ആയിട്ട് നോക്കിയിട്ട് എക്സ് വലുതാണോ നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം എക്സിനെ സെഡിനോട് കമ്പയർ ചെയ്തിട്ട് ആരാണ് വലുതെന്ന് നോക്കും. അതാണ് ഇവിടെ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ നോക്കി. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ വീണ്ടും എന്താ നോക്കണേ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് ആണോ നോക്കി. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ആയിരിക്കും വലുത്. ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ നോക്കി. അത് ട്രൂ ആണെങ്കിൽ നമ്മളെന്താ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇഫിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എക്സിനെ ആരും കൂടി ആണോ എന്ന്, അതായത് വേറെ നമ്പറായിട്ടുള്ള സെഡിനേക്കാളും വലുതാണോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് ആണോ നോക്കി. അതാണെങ്കിൽ ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എക്സ് അല്ലേ. വൈയോടും സെഡിനോടും കമ്പയർ ചെയ്തിട്ട് എക്സ് ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും പിന്നെ ഗ്രേറ്റർ ആയിട്ട് വരിക, എക്സ് ആയിരിക്കും അല്ലേ.
ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എക്സ് അല്ലേ, അങ്ങനെ പ്രിൻ്റ് ചെയ്യും. ഇനി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് അല്ലെങ്കിലോ, എൽസിൽ എന്താ പ്രിൻ്റ് ചെയ്യുക, സെഡ് ഗ്രേറ്റർ ആണെന്ന് പ്രിൻ്റ് ചെയ്യൂ അല്ലേ. ദ ലാർജസ്റ്റ് നമ്പർ ഈസ് സെഡ് എന്ന് വരും. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ് ആണോ അതോ സെഡ് ആണോ വലുത്, ആരാണ് വലുതെന്ന് എന്തായാലും പുറത്തേക്ക് കൊണ്ടുവരും അല്ലേ ഒരു റിസൾട്ടിനെ. ഇപ്പം എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സിനെ പുറത്തേക്ക് കൊണ്ടുവരും, വൈ ആണെങ്കിൽ വൈനെ പുറത്തോട്ട് കൊണ്ടുവരും. ഇനി നമുക്ക് ഇവിടെ തന്നെ, അതായത് ഫസ്റ്റ് ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ എക്സ് ആണോ സെഡ് ആണോ വലുതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ അവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇനി എപ്പോഴാണ് എൽസിലേക്ക് വരിക, ഈ ഒരു കണ്ടീഷനിൽ, അതായത് എക്സ് വലുതായിരിക്കുന്ന കണ്ടീഷനിൽ എൽസ് ബ്ലോക്ക് അവിടെ വർക്ക് ചെയ്യില്ല അല്ലേ. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കുക. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, നമ്മുടെ ഫസ്റ്റത്തെ ഇഫ് ബ്ലോക്ക് നോക്കുക. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഫോൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള നെസ്റ്റഡ് ഇഫ് വർക്ക് ചെയ്യില്ല അല്ലേ. ഫോൾസ് ആയാൽ എങ്ങോട്ട് വരിക, എൽസിലേക്കാണ് വരിക. എൽസിൽ വന്നിട്ട് വീണ്ടും കണ്ടീഷൻ നോക്കും, എന്ത്, വൈ സെഡിനേക്കാളും ഗ്രേറ്റർ ആണോ അല്ലേ. അപ്പോൾ എന്താ നോക്കണത്, വൈ സെഡിനേക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പർ വൈ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇഫിൻ്റെ എൽസിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് സെഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഒന്നുമല്ല, ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ എക്സ് വൈനേക്കാൾ വലുതാണോ നോക്കുന്നു. അത് ട്രൂ ആണെങ്കിൽ ആ ഇഫിൻ്റെ ഉള്ളിലെ ബ്ലോക്കിൽ നമ്മൾ വേറൊരു ഇഫിനെ പ്ലേസ് ചെയ്തിട്ട് എക്സിനെ സെഡിനോട് കമ്പയർ ചെയ്തിട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും. ഇനി ഫസ്റ്റ് ഇഫിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല, അത് ഫോൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇഫിൻ്റെ എൽസ് പാർട്ടിൽ വന്നിട്ട് വൈയിനെ, എക്സിനെ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, വൈയിനെ സെഡുമായിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്താൽ അവിടെ വൈ ആണോ സെഡ് ആണോ വലുതെന്ന് നമുക്ക് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് നെസ്റ്റഡ് ഇഫിൻ്റെ എക്സിക്യൂഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് ഇഫിൻ്റെ ഇതാണ് എൽസിഫ് ലാഡർ. എൽസിഫ് ലാഡർ, ഈ എൽസിഫ് ലാഡർ യൂസ് ചെയ്യണത്, ഇപ്പം നമ്മൾ ആദ്യം ഇഫ് എഴുതി, ഇഫിൻ്റെ എൽസ് എഴുതി കഴിഞ്ഞു, അത്രേ ഉള്ളൂ അല്ലേ. നമ്മൾ നെസ്റ്റഡ് ഇഫ് പഠിച്ചു, ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എഴുതാൻ പഠിച്ചു, ഇഫ് എൽസ് പഠിച്ചു, സിമ്പിൾ ഇഫ് പഠിച്ചു, ഇത്രയും പഠിച്ചു. ഇനി എൽസിഫ് ലാഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കണ്ടീഷനുകൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുറേ കണ്ടീഷൻ, മൾട്ടിപ്പിൾ കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇഫ് എഴുതി, കണ്ടീഷൻ എഴുതി, അത് ഫോൾസ് ആയാൽ എൽസ് എഴുതി, വേറൊരു ഇഫ് നോക്കി, അത് ഏതാണെന്ന് നോക്കിയിട്ട് വേറൊരു ഇഫിൽ കണ്ടീഷൻ എഴുതി, വേറൊരു ഇഫിൽ കണ്ടീഷൻ എഴുതി, ഇങ്ങനെ ഏത് കണ്ടീഷനിലാണോ ആപ്റ്റായിട്ട് വരുന്നത് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം കുറേ കണ്ടീഷൻസൊക്കെ എഴുതേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ എൽസിഫ് ലാഡർ എന്ന് പറയാം. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എൽസിഫ് ലാഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സിൻടാക്സ് തന്നിട്ടുണ്ട്, അത് നോക്കിയേ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, ഇനി അത് ഫോൾസ് ആയാലോ എൽസിൽ വരും. അവിടെ നമുക്ക് വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. ഇനി ഇതിൻ്റെയും ഈ ഇഫും ഫോൾസ് ആയി കഴിഞ്ഞാൽ എൽസിൽ വന്ന് വേറൊരു കണ്ടീഷനും കൂടെ നോക്കുകയാണ്, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 അല്ലേ. എപ്പോഴാണോ നമ്മുടെ കണ്ടീഷൻസ് അവിടെ തീരണത് അപ്പം മാത്രം ലാസ്റ്റ് എൽസ് ബ്ലോക്ക് ഉണ്ടാവും, എൽസും സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്നും വരും. ഇതിനെയാണ് നമ്മൾ എൽസിഫ് ലാഡർ എന്ന് പറയാം. നമുക്കുള്ള എല്ലാ കണ്ടീഷൻസും ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഫോർ എ ഗിവൺ സ്കോർ. അതായത് നമ്മളുടെ സ്കോർ, നമ്മുടെ മാർക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഗ്രേഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടണം. ഇവിടെ അതിൻ്റെ ഒരു ഇത് മുകളിൽ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്കോർ എന്ന് പറയുന്നത് 80 ഓർ മോർ ആണെങ്കിൽ ഗ്രേഡ് എയും, ഫ്രം 60 to 79 ആണെന്നുണ്ടെങ്കിൽ ബി ഗ്രേഡും, ഫ്രം 40 to 59 ആണെങ്കിൽ സി ഗ്രേഡും, ഫ്രം 30 to 39 ആണെങ്കിൽ ഡി ഗ്രേഡും, ബിലോ 30 ആണെങ്കിൽ ഇ ഗ്രേഡും. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, ആദ്യം ഹെഡേഴ്സ് എഴുതുക, ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റു മീൻ. ഇനി നമ്മൾ സ്കോർ കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇത് മതി അല്ലേ, ഒരു വാരിയബിൾ മതി സ്കോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻറ്റു സ്കോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി എന്താണ് നമുക്ക് മെസ്സേജ് വയ്ക്കേണ്ടത്, എൻ്റർ യുവർ സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സി ഔട്ടിൽ ചെയ്താൽ എൻ്റർ യുവർ സ്കോർ.
അപ്പോൾ നമ്മൾ സ്കോർ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക സീൻ സ്കോർ. ഇനി കണ്ടീഷൻ നോക്കണമല്ലോ അവിടെ. അപ്പോൾ ഓരോ കണ്ടീഷൻസ് ഇങ്ങനെ എഴുതുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 സി ഔട്ടിൽ എ ഗ്രേഡ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിലോ എൽസ് ഇഫ് അല്ലേ, എൽസ് പാർട്ടിലേക്ക് വന്ന് വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ എഴുതി സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ സി ഔട്ടിൽ ബി ഗ്രേഡ്. ഇനി ഇതും അല്ലാന്നുണ്ടെങ്കിലോ വീണ്ടും എൽസിൽ വരും, ഇഫ് ബ്ലോക്ക് എഴുതും, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ സി ഔട്ടിൽ സി ഗ്രേഡ്. ഇനി ഇതിൻ്റെയും എൽസ് പാർട്ട് ഉണ്ടാവും അല്ലേ, എൽസ് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ സി ഔട്ടിൽ ഡി ഗ്രേഡ് അല്ലേ. ഡി ഗ്രേഡ് വരെ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണെങ്കിലും ഇനിയുള്ള മാർക്ക് എത്രയാണെങ്കിലും അത് ഇ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകം ഒരു കണ്ടീഷൻ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് എൽസ് പാർട്ടിൽ എഴുതുക സി ഔട്ടിൽ ഇ ഗ്രേഡ്, ലാസ്റ്റ് റിട്ടേൺ 0 ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, 2 ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എൻ്റർ യുവർ സ്കോർ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 73 ആണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 73 എത്രയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താ നോക്കാം, ആദ്യത്തെ ഇഫിൽ നോക്കും സ്കോർ, അതായത് 73 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ അടുത്ത കണ്ടീഷനിലേക്ക് വരും, ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 73 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 കണ്ടീഷൻ ട്രൂ ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരിക, ബി ഗ്രേഡ് എന്ന് വരും. അവിടെ കണ്ടോ ബി ഗ്രേഡ് ഔട്ട്പുട്ടിൽ വന്നു. ഇനി ഔട്ട്പുട്ട് 2 നോക്കിയേ, എൻ്റർ യുവർ സ്കോർ ഞാൻ 25 എന്ന് എൻ്റർ ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടീഷൻ നോക്കൂ അല്ലേ, ഏതാ ഗ്രേഡ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 അല്ല, അപ്പോൾ എ ഗ്രേഡ് അല്ല. അടുത്തത് നോക്കി 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 അല്ല, അപ്പോൾ നമുക്ക് ബി ഗ്രേഡും അല്ല. അടുത്തത് നോക്കും 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അല്ല, അപ്പോൾ നമുക്ക് സി ഗ്രേഡും അല്ല. നെക്സ്റ്റ് നോക്കും 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 അതും അല്ല, നമുക്ക് ഡി ഗ്രേഡ് അല്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസൊക്കെ നോക്കി ഒന്നിലും മാച്ചിങ് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്തിലേക്കാണ് പോവുക, എൽസിൽ പോയി നമുക്ക് നേരെ ഇ ഗ്രേഡ് എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കവിടെ എഴുതി കാണാം ഔട്ട്പുട്ട് 2ൽ ഇ ഗ്രേഡ്.